ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. അപ്പം ഇന്ന് ഞാൻ രാവിലെ 5 മണിക്ക് അങ്ങോട്ട് എഴുന്നേറ്റ് കേട്ടോ. എന്നിട്ട് വീട്ടിൽ തന്നെ വർക്കൗട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ലെഗിൻ്റെ വർക്കൗട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ലെഗ് വർക്കൗട്ടിനുള്ള ഒരു പുറപ്പാടാണ്. രാവിലെ സമയമാണ്. അപ്പം ഞാൻ വിചാരിച്ചത് വീഡിയോ ആക്കി അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ലെഗ് വർക്കൗട്ടാണ്. അപ്പം വർക്കൗട്ടിന് മുമ്പായിട്ട് ഞാൻ ചെറിയൊരു വാമപ്പൊക്കെ ചെയ്യാൻ തുടങ്ങി. ഓക്കെ, കാരണം 5 മിനിറ്റ് നമുക്ക് വാമപ്പ് ആവശ്യമാണല്ലോ. അപ്പം വാമപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം ഇങ്ങനെ നമ്മുടെ ലെഗ് ചെറുതായിട്ടൊക്കെ ഒന്ന് റൊട്ടേഷനൊക്കെ ചെയ്തു. ലെഗിലോട്ടൊരു പമ്പിങ് ഒക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ലെഗ് വർക്കൗട്ട് എന്നല്ല, നമ്മൾ എന്ത് വർക്കൗട്ട് ചെയ്യുമ്പോഴും നമുക്ക് വാമപ്പ് ആവശ്യമാണ്. ഞാൻ എൻ്റെ വീഡിയോയിലെല്ലാം പറയുന്നതാണ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വർക്കൗട്ട് ചെയ്യാനൊരു പ്രത്യേക സുഖം തന്നെയാണ്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്ത് ചെയ്യാം, പക്ഷേ വേണ്ട, അകത്ത് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഹാളിൽ സ്വസ്ഥമാണ്, ആരുമില്ലല്ലോ, അപ്പോൾ സുഖമായിട്ട് ചെയ്യാം. അപ്പം കുറച്ച് സ്ട്രെച്ചിങ്ങും കുറച്ച് വാമപ്പുകളോട്ടൊക്കെ മുമ്പോട്ട് പോയി. ചെറുതായിട്ടൊന്ന് സൈഡ് റൈസൊക്കെ ചെയ്തു, ലെഗ് സൈഡ് റൈസ് ചെയ്തു. ഓക്കെ, അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും വീട്ടിൽ നിങ്ങൾക്കും ഒക്കെ ഫോളോ ചെയ്യാൻ പറ്റിയ വർക്കൗട്ടാണ്. അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളും ഈ വർക്കൗട്ടൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ തുടർന്നുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ ചെയ്യുന്നതായിരിക്കും. കാരണം രാവിലെ എഴുന്നേൽക്കുന്നുണ്ട് തന്നെ വർക്കൗട്ട് ചെയ്യുമ്പം തന്നെ വീഡിയോ എടുക്കാനും ഒരു എളുപ്പമാണ്. അപ്പം അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ആക്കി ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പം അധികം ഹെവി ആയിട്ടൊന്നും ചെയ്യുന്നില്ല. അതിനുവേണ്ടിയുള്ള ഡംബിൾസൊക്കെ എടുത്ത് അടുത്ത് തന്നെ വെച്ചിട്ടുണ്ട്. മാക്സിമം ഒരു 10 കിലോ ഒക്കെ ചെയ്യുന്നുണ്ടുള്ള വർക്കൗട്ടാണ്. കൂടുതലൊന്നും ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. അപ്പം ചെറുതായിട്ട് വാമപ്പ് ഒന്ന് നല്ല രീതിയിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, ഹാംസ്ട്രിങ്ങും ഗ്ലൂട്ട്സും അതിനൊക്കെ തന്നെ തൈസൊക്കെ ഒന്ന് ആക്ടിവേഷൻ ആക്കണം നമുക്ക്, കാഫ് മസിലും ഒക്കെ. അപ്പോൾ നിങ്ങൾ വർക്കൗട്ടൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ വാമപ്പ് മുടക്കരുത്. അപ്പം അതിനൊക്കെ തന്നെ വർക്കൗട്ടിന് മുമ്പായിട്ട് തന്നെ പ്രീ വർക്കൗട്ടായിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് വർക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക, ഒരു അരമണിക്കൂർ മുമ്പായിട്ട്. ഓക്കെ, ഇപ്പോൾ രാവിലെ 5 മണി സമയമായതുകൊണ്ട് ഞാൻ അങ്ങനെ പ്രീ വർക്കൗട്ടായിട്ട് ഒന്നും പ്രത്യേകിച്ചൊന്നും കഴിച്ചതൊന്നുമില്ല. വെള്ളം കുടിച്ചു, അത്രമാത്രം. നമുക്ക് പല ആൾക്കാരും പറഞ്ഞത് ഒറ്റയ്ക്കാണ് വർക്കൗട്ട് ചെയ്യാൻ മടിയാണ് എന്നൊക്കെയാണ് പറയുന്നത്. അതൊക്കെ വെറുതെ നമ്മുടെ മനസ്സിൻ്റെ ഒരു തോന്നലാണ്. നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറ്റിയെടുക്കുക. ഒറ്റയ്ക്കാണെങ്കിലും നമുക്ക് ഈസിയായിട്ട് വർക്കൗട്ടൊക്കെ ചെയ്യാവുന്നേ ഉള്ളൂ. ഒരു ഡെഡിക്കേഷൻ വേണം. ഓക്കെ, നമ്മുടെ ശരീരം നമ്മുടേതാണ്, അല്ലെങ്കിൽ നമുക്കതിനെ ഒന്ന് സംരക്ഷിക്കണം, ആരോഗ്യം സംരക്ഷിക്കണം എന്നൊക്കെയുള്ളൊരു ആഗ്രഹം നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് നടക്കത്തുള്ളൂ. ഓക്കെ, അതിനൊക്കെ തന്നെ ഡയറ്റും നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. ഡയറ്റ് ശ്രദ്ധിക്കാതെ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതുകൊണ്ട് മാത്രം പ്രയോജനം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഡയറ്റും നല്ല രീതിയിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ ഒരു ഹിപ്പ് റൊട്ടേഷൻ ചെയ്യണം. ഹിപ്പ് റൊട്ടേഷൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ലോവർ ബാക്കിനും അതങ്ങനെ ഹിപ്പ് ഭാഗത്തിനൊക്കെ ഒരു മൊബിലിറ്റിക്കൊക്കെ വേണ്ടിയിട്ട് നമ്മളൊരു ചെറുതായിട്ട് ഒന്ന് ഹിപ്പ് റൊട്ടേറ്റ് ചെയ്തു. ഓക്കെ, ഒബ്ലിക്സ് ഭാഗത്തിന് വേണ്ടിയിട്ട് ഈ ഒരു വർക്കൗട്ട് ചെറുതായിട്ടൊന്ന് ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു 2 ഡമ്പൽ ഒക്കെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ, അല്പം അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഡമ്പൽ, അല്പം വെയിറ്റൊക്കെ മാറ്റിയൊക്കെ ഇടാൻ പറ്റുന്ന ഡമ്പലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ വർക്കൗട്ട് ചെയ്യാം വീട്ടിൽ തന്നെ. അപ്പം ഞാൻ എൻ്റെ ഫസ്റ്റ് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഫസ്റ്റ് വർക്കൗട്ട് എന്ന് പറയുന്നത് ഓക്കെ, റൊമാനിയൻ സ്പ്ലിറ്റ് സ്ക്വാട്ട് എന്ന് പറയുന്ന ഒരു വർക്കൗട്ടാണ്. ഓക്കെ, ഇതേ കണക്കാണ് ഞാൻ ഈ വർക്കൗട്ട് ചെയ്യുന്നത്. ഇതെൻ്റെ കയ്യിലിരിക്കുന്നത് വെറും 5 കിലോയുള്ള ഡമ്പലാണ്, 2 സൈഡിലും. ഓക്കെ, 5 കിലോയുള്ള പെയർ ഡമ്പലാണ്. അപ്പം ഇതാണ് എൻ്റെ ഫസ്റ്റ് വർക്കൗട്ട് എന്ന് പറയുന്നത്. ഞാനൊരു 15 റപ്സാണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം 15 റപ്സ് ചെയ്തതിന് ശേഷം റെസ്റ്റിന് ശേഷം അടുത്ത വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അടുത്ത വർക്കൗട്ട് മീൻസ് അടുത്ത സെറ്റ്. ഓക്കെ, അപ്പം ഇത് വളരെ നല്ല ഒരു വർക്കൗട്ടാണ്. അപ്പം ചെയ്യുന്ന സമയത്ത് ബോഡി പോസ്ചറൊക്കെ കൃത്യമാക്കിക്കൊണ്ട് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇത് നമ്മുടെ ആ ഒരു ഹാംസ്ട്രിങ് മസിലിനും അതിനൊക്കെ തന്നെ നമ്മുടെ തൈ മസിലിനൊക്കെ വളരെ നല്ല ഒരു വർക്കൗട്ടാണ്. അതിനൊക്കെ തന്നെ ഗ്ലൂട്ട്സ് ഭാഗം നല്ല രീതിയിൽ എൻഗേജഡ് ആവുന്നുണ്ട്. അല്പം ഡിഫിക്കൽട്ടാണ്, അല്പം പാടാണ് ചെയ്യാൻ, എന്നാലും നല്ല ഒരു വർക്കൗട്ടാണ്. അത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വർക്കൗട്ടാണ്. പക്ഷേ വെയിറ്റ് വളരെ കുറച്ച് ഹോൾഡ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ വർക്കൗട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അതിനുശേഷം അടുത്ത കാലിലും ചെയ്യുകയാണ്. ആ കാലിലും ഒരു 15 റപ്സ് ചെയ്യാനായിട്ടാണ് ശ്രമിക്കുന്നത്. ഓക്കെ, ഒരു കാലിൽ നമ്മൾ എത്രയാണോ ചെയ്യുന്നത് അടുത്ത കാലിലും അത്രയും തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക.
തുടക്കക്കാർക്കൊക്കെ അല്പം ബാലൻസ് ചെയ്ത് ചെയ്യാൻ ഈ ഒരു വർക്കൗട്ട് പാടാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ലഞ്ചസ് ചെയ്താൽ മതിയാവും. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഫസ്റ്റ് നമ്മുടെ സെറ്റ് എന്ന് പറയുന്നത്. കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് എടുക്കാം, ഫാനൊക്കെ ഒന്ന് ഇടാമെന്ന് വിചാരിച്ചു. കാരണം രാവിലെ തന്നെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ചൂട് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത സെക്കൻഡ് സെറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ സെക്കൻഡ് സെറ്റും ഞാൻ അതേ വെയിറ്റ് തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, വെയിറ്റ് മാറ്റുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഞാൻ ചെറിയ വെയിറ്റിലേ ചെയ്യുകയുള്ളൂ. കാരണം ഇത് ഒരുപാട് ഹെവി ആയിട്ടുള്ള വെയിറ്റ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഒരു ബാലൻസ് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അല്പം കൺട്രോൾ ചെയ്ത് ചെയ്യാനായിട്ടാണ് വെയിറ്റ് കുറച്ച് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇതും മാക്സിമം ഒരു 14-15 റപ്സ് ചെയ്യാനായിട്ടാണ് ശ്രമിക്കുന്നത്. നിങ്ങൾക്ക് ഈ ലെഗ് വർക്കൗട്ട് വീട്ടിൽ ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഞാൻ ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നതെല്ലാം നിങ്ങൾക്ക് വീട്ടിൽ നിങ്ങൾക്കും ഒരു മോട്ടിവേഷൻ ആവട്ടെ. നിങ്ങൾക്കും ഈ വർക്കൗട്ട് ഫോളോ ചെയ്ത് നോക്കാം. നമുക്ക് ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്യുന്ന കണക്കുള്ള മെഷീനറീസും എക്യുപ്മെൻറ്റ്സും ഒന്നും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വീട്ടിൽ വർക്കൗട്ട് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും അത്യാവശ്യം ഒരു നല്ല ഫിറ്റ്നസ് ഉണ്ടാക്കിയെടുക്കാനോ അത്യാവശ്യം ബോഡിയെ ഒന്ന് കണ്ടീഷൻ ചെയ്തെടുക്കാനോ ഒക്കെ നമുക്ക് വീട്ടിലെ വർക്കൗട്ട് ധാരാളമാണ്. പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, നമുക്ക് വീട്ടിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്കത് പറ്റുന്നില്ല, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മടുപ്പാവുന്നു. അത് നമ്മുടെ മനസ്സിൻ്റെ വെറും തോന്നൽ മാത്രമാണെന്നേ ഞാൻ പറയൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വർഷങ്ങളായിട്ട് ജിമ്മിലും അതിനൊക്കെ തന്നെ വീട്ടിലൊക്കെ വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണ്. എനിക്കിതുവരെയൊക്കെ ഒരു വ്യായാമം ചെയ്യുന്നതുകൊണ്ട് യാതൊരു മടുപ്പും തോന്നിയിട്ടില്ല. പകരം ഓരോ ദിവസവും ഇത് ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ്, ഒരു താല്പര്യം വർദ്ധിച്ച് വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മുടെ മൈൻഡ് സെറ്റിൻ്റെ കുഴപ്പമാണ്. നിങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു മൈൻഡ് സെറ്റിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമാണത്. നമുക്ക് ഒറ്റയ്ക്ക് മതി, നമുക്ക് ഒരാളുടെയും സഹായം ഒന്നും വേണ്ട വർക്കൗട്ട് ചെയ്യാനായിട്ട്. ഞാൻ ആദ്യം പറഞ്ഞ കണക്ക് തന്നെ നമ്മുടെ ശരീരത്തെ സ്നേഹിക്കുക, അത്രമാത്രം. ഓക്കെ, അപ്പോൾ എൻ്റെ സെക്കൻഡ് സെറ്റ് കംപ്ലീറ്റ് ആയി. അപ്പം വീണ്ടും നമുക്ക് ഒന്ന് റെസ്റ്റ് എടുക്കാം. നമുക്കൊരു 40 മിനിറ്റ് കൊണ്ട് ചെയ്ത് തീർക്കണം വർക്കൗട്ട്. ഓക്കെ, അത്രമാത്രമാണ്. 40-45 മിനിറ്റ് മാക്സിമം പോയി കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. അതിനിടയ്ക്ക് തന്നെ നമ്മൾ വാമപ്പും നമ്മുടെ സ്ട്രെച്ചിങ്ങും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ചെയ്യുന്നത്. രാവിലെ സമയമായതുകൊണ്ട് ഈ ലൈറ്റിൻ്റെ വെട്ടം മാത്രമാണ് റൂമിനകത്തുള്ളത്. അപ്പോൾ അതുകൊണ്ട് എത്രത്തോളം ക്ലിയർ ആവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നല്ല ക്ലിയറായിട്ടാണ് കിട്ടുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ക്യാമറയ്ക്കകത്ത്. ഓക്കെ, വീണ്ടും മൂന്നാമത്തെ സെറ്റിലോട്ട് കിടക്കാൻ പോവുകയാണ്. സത്യത്തിൽ ഞാൻ ഈ ഒരു വർക്കൗട്ടിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കാലിന് നല്ല ഒരു പമ്പിങ് തുടക്കത്തിൽ തന്നെ കിട്ടട്ടെ എന്ന് കരുതിയിട്ടാണ്. ഓക്കെ, മിക്കവാറും ആൾക്കാർ ഈ വർക്കൗട്ട് ആദ്യം തന്നെ ചെയ്യാറില്ല. പക്ഷേ ഞാൻ ആദ്യം തന്നെ ഈ ഒരു വർക്കൗട്ടിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തത് കാല് ആദ്യം തന്നെ നല്ല രീതിയിൽ പമ്പിങ് ആവട്ടെ, എൻഗേജ്ഡ് ആവട്ടെ എന്ന് കരുതിയിട്ടാണ്. അതിനുശേഷം നമ്മൾ മറ്റുള്ള വർക്കൗട്ടുകളിലോട്ട് പോയി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ കാല് നല്ല എഫക്റ്റീവ് ആവും, നമ്മുടെ കാല് നല്ല ടയേർഡാവും. ഓക്കെ, കൂടുതൽ പമ്പിങ് ഉണ്ടാവും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ ആദ്യം തന്നെ വർക്കൗട്ട് ചെയ്യുന്നത്. വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു വർക്കൗട്ടാണിത്. ഓക്കെ, അതിനൊക്കെ തന്നെ മിക്കവാറും ആൾക്കാരെല്ലാം തന്നെ മുടക്കുന്ന, അല്ലെന്നുണ്ടെങ്കിൽ ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത ഒരു വർക്കൗട്ടാണ് ലെഗ് വർക്കൗട്ട്. പക്ഷേ അത് വളരെ തെറ്റായിട്ടുള്ള ഒരു രീതിയാണ്. നിങ്ങൾ ലെഗ് വർക്കൗട്ട് ഒരിക്കലും നിങ്ങൾ മുടക്കരുത്. ഓക്കെ, കാരണം കാലുകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഞാൻ പല വീഡിയോകളിലും ഞാൻ ചെയ്തിട്ടുണ്ട്, കാലുകൾക്ക് വ്യായാമം ചെയ്യുന്നതിൻ്റെ പ്രാധാന്യങ്ങളെക്കുറിച്ച്. അപ്പം നമ്മുടെ കാലുകളാണ് നമ്മുടെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്, നമ്മുടെ ഒരു ബോഡിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഒരിക്കലും അതുകൊണ്ട് കാലുകൾക്കുള്ള വ്യായാമം നിങ്ങൾ മുടക്കരുത്. നിങ്ങൾ വേറെ ഒരു മസിൽ ഗ്രൂപ്പിന് നിങ്ങൾ വർക്കൗട്ട് ഒരിക്കലും മുടങ്ങിപ്പോയാലും നിങ്ങൾക്ക് പ്രശ്നമില്ല. പക്ഷേ കാലുകളുടെ ആ ഒരു വ്യായാമം നിങ്ങൾ മുടക്കരുത്. ഓക്കെ, അങ്ങനെ എൻ്റെ ഫസ്റ്റ് എല്ലാം 3 സെറ്റ് ചെയ്തു, കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, അപ്പം 3 സെറ്റ് ചെയ്തപ്പോൾ തന്നെ തുടക്കത്തിൽ തന്നെ കാല് നല്ല രീതിയിൽ ആക്റ്റീവായിട്ടുണ്ട്, കാല് നല്ല പമ്പിങ് ആയിട്ടുണ്ട്, നല്ല പെയിനുണ്ട്. ഇനിയിപ്പം സെക്കൻഡ് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പം സെക്കൻഡ് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഞാൻ ഡംബൽസിൽ
നമ്മുടെ വെയിറ്റ് ഞാൻ മാറ്റിയിട്ടിട്ടുണ്ട്, വെയിറ്റ് അല്പം കൂടെ കൂട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഞാൻ ഡമ്പൽ ഇങ്ങനെ പിടിച്ചിട്ട് ഫ്രണ്ട് സ്ക്വാട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട് സ്ക്വാട്ട് ഞാൻ ചെയ്യുന്നത് 3 സെറ്റാണ്. അപ്പം ഇതേ രീതിയിൽ ഫ്രണ്ട് സ്ക്വാട്ട് ചെയ്യാം. നിങ്ങൾ വീട്ടിൽ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതേ രീതിയിൽ നിങ്ങൾ ഫ്രണ്ട് സ്ക്വാട്ട് ചെയ്യുക. വളരെ നല്ല ഒരു വർക്കൗട്ടാണ് നിങ്ങളുടെ തൈ മസിലിന്. അപ്പം ഈ ഒരു വർക്കൗട്ട് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു 15-16 റപ്സ് വെച്ചിട്ട് 3 സെറ്റാണ്. ഓക്കെ, ഇതെൻ്റെ ഫസ്റ്റ് സെറ്റാണ്. വളരെ നല്ല ഒരു വർക്കൗട്ടാണിത്. ഫസ്റ്റ് സെറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പാട്ടൊക്കെ വെച്ചിട്ട് ഒരു സോങ്ങൊക്കെ ഇവിടെ ഓൺ ചെയ്ത് വെച്ചിട്ട് വർക്കൗട്ട് ചെയ്യുന്നതാണ് എനിക്കിഷ്ടം. പക്ഷേ ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്യാമറയിൽ വീഡിയോ എടുക്കുന്ന സമയത്ത് നമുക്ക് കോപ്പിറൈറ്റ് ക്ലെയിമൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട് പാട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പാട്ടൊന്നും വെക്കാതെ ഇങ്ങനെ ചെയ്യുന്നത്. ഒരു ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ്, കാരണം ഫുൾ വർക്കൗട്ട് ആയതുകൊണ്ട് തന്നെ ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം അടുത്തടുത്ത ദിവസങ്ങളിലെല്ലാം ഇനി ഇങ്ങനെയുള്ള വീഡിയോസുകളായിരിക്കും കൂടുതലായിട്ടും വരുന്നത്. അപ്പോൾ എൻ്റെ സെക്കൻഡ് വർക്കൗട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പം ഇതും ആ ഒരു റേഞ്ചിൽ തന്നെ, ആ ഒരു 16 റപ്സ് തന്നെ ചെയ്യാനായിട്ടാണ് ശ്രമിക്കുന്നത്. അപ്പം വർക്കൗട്ട് ചെയ്യുമ്പോൾ ഫുൾ റേഞ്ച് ഓഫ് മോഷൻ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കും. ഓക്കെ, അപ്പോൾ എൻ്റെ കയ്യിൽ ഇത് കണക്കുള്ള ഡംബൽസിൻ്റെ ഈ പ്ലേറ്റ്സുകളൊക്കെ കുറേ അധികം ഉണ്ട്. പക്ഷേ ഞാൻ അതൊന്നും തന്നെ ഇന്ന് എടുത്തിട്ടില്ല. ഓക്കെ, വളരെ കുറച്ച് ചെറിയ വെയിറ്റുകൾ മാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പം വീട്ടിനടുത്തൂടെ റെയിൽവേ സ്റ്റേഷനൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ട്രെയിൻ പോകുന്ന ശബ്ദമാണ് കേൾക്കുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ സെക്കൻഡ് സെറ്റും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സത്യത്തിൽ ഞാൻ നല്ല രീതിയിൽ ടയർഡായിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ലെഗിൻ്റെ വർക്കൗട്ട് ഞാൻ പറഞ്ഞല്ലോ, ആദ്യം നമ്മൾ ആ ഒരു വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ കാല് വല്ലാതെ ഒരു ഫീലിങ്സാണ്, ഒരു വല്ലാത്ത പെയിനാണ് കാലിനുണ്ടാകുന്നത്. കാല് കുറേ കൂടെ എനിക്ക് തോന്നുന്നു ലെഗ് കുറേ കൂടെ എൻഗേജ്ഡ് ആകുമെന്നാണ് തോന്നുന്നത്. അപ്പം റെസ്റ്റ് ടൈമൊക്കെ വളരെ കുറവാണ്. ഓക്കെ, കാരണം റെസ്റ്റ് ടൈം നമ്മൾ വളരെ കുറച്ച് സമയം മാത്രമാണ് വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ റെസ്റ്റ് ടൈം കൂടുതൽ എടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം എൻ്റെ മൂന്നാമത്തെ സെറ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇതുകൂടെ കഴിയുമ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ഈ ഒരു വർക്കൗട്ട് ക്ലോസ് ആക്കും, കംപ്ലീറ്റ് ആക്കും. ഓക്കെ, നിങ്ങളുടെ റൂമിനകത്ത് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ സ്ഥലമുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മുറ്റത്ത് അല്പം സ്ഥലമുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ടെറസിൽ സ്ഥലമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വർക്കൗട്ടുകൾ വീട്ടിൽ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. ഒരിക്കലും ഞാൻ ആദ്യം പറഞ്ഞ കണക്ക് തന്നെ നമുക്ക് പല ആൾക്കാരും പറയുന്ന എക്സ്ക്യൂസുകളാണ്. വർക്കൗട്ട് ചെയ്യാൻ പറയുമ്പോൾ എക്സ്ക്യൂസുകളാണ് പറയുന്നത്. എനിക്ക് ഒറ്റയ്ക്കേ ഉള്ളൂ, ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് സ്ഥലമില്ല, എനിക്ക് ഡമ്പലില്ല, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെയൊക്കെയുള്ള പല എക്സ്ക്യൂസുകൾ പറഞ്ഞ് ഒഴിയുന്നവരാണ് പല ആൾക്കാരും. പക്ഷേ യഥാർത്ഥത്തിൽ ആ ഒരു എക്സ്ക്യൂസ് അല്ല, മടിയാണ് ഇതിൻ്റെ ഒരു മെയിനായിട്ടുള്ള പ്രശ്നമെന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ തന്നെ വീഡിയോകൾ പലതും ചെയ്യാറുണ്ടെങ്കിലും പല ആൾക്കാരും കാണുന്നുണ്ട്. പക്ഷേ എത്ര പേര് ഇത് ഫോളോ ചെയ്യും എന്നൊന്നും നമുക്കറിയില്ല. കാരണം പല ആൾക്കാരും ആദ്യത്തെ ഒരു ദിവസമൊക്കെ ചെയ്യും, പിന്നെ അത് കഴിയുമ്പം എല്ലാവരും നിർത്തുകയാണ് ചെയ്യുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, മൈൻഡ് സെറ്റ് നമുക്ക് കറക്റ്റ് ആക്കിയില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക അതിന്. ഓക്കെ, അങ്ങനെ എൻ്റെ സെക്കൻഡ് വർക്കൗട്ട് സെറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നല്ല രീതിയിൽ ഞാൻ വീർത്തിട്ടുണ്ട്. ഓക്കെ, നല്ല രീതിയിൽ വീർത്തിട്ടുണ്ട്. കാരണം ഫാനൊക്കെ ഇട്ടിട്ട് ആ ഫാനിൻ്റെ കാറ്റൊന്നും പോരാ എന്നുള്ള ഒരു രീതിയിലോട്ട് വീർത്തിട്ടുണ്ട്. ഫസ്റ്റ് വാപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല രീതിയിൽ വീർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഫാറ്റ് ലോസ് ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ വർക്കൗട്ട് ഫോളോ ചെയ്യാം. ഓക്കെ, കാരണം ഫാറ്റ് ലോസിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഒരുപാട് കലോറീസ് ബേൺ ചെയ്യിപ്പിക്കാനൊക്കെ പറ്റിയ വർക്കൗട്ടുകളാണ് ഇതെല്ലാം തന്നെ.
അപ്പോൾ ഇനിയിപ്പം മൂന്നാമത്തെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം. മൂന്നാമത്തെ വർക്കൗട്ട് എന്ന് പറയുന്നത് സുമോ സ്ക്വാട്ട് ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സുമോ സ്ക്വാട്ട് വളരെ നല്ല ഒരു വർക്കൗട്ടാണ്. നമ്മുടെ ഇന്നർ തൈസിനെയും നമ്മുടെ ഗ്ലൂട്ട്സിനെയൊക്കെ ആക്ടിവേഷൻ ആക്കാൻ പറ്റിയ നല്ല ഒരു വർക്കൗട്ടാണ് സുമോ സ്ക്വാട്ട് എന്ന് പറയുന്നത്. നമ്മൾ സുമോ സ്ക്വാട്ട് ചെയ്യാനായിട്ട് ഞാൻ ഇതേ ഡമ്പലാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഒറ്റ ഡമ്പലിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതേ കണക്ക് പിടിച്ചിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി വളരെ ഇഷ്ടപ്പെട്ട ഒരു വർക്കൗട്ടാണ് ഈ സുമോ സ്ക്വാട്ട് എന്ന് പറയുന്നത്. അപ്പം ജിമ്മിലും ഞാൻ പോയാലും ഞാൻ ചെയ്യുന്ന ഒരു മെയിൻ വർക്കൗട്ടാണ് ഈ സുമോ സ്ക്വാട്ട് എന്ന് പറയുന്നത്. ഓക്കെ, കാരണം വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നറിയില്ല, വല്ലാത്ത ഒരു ഇഷ്ടപ്പെടുന്ന ഒരു വ്യായാമമാണ്. അപ്പം ഈ ഒരു വർക്കൗട്ട് ഞാനൊരു 15 റെപ്സിൻ്റെ 3 സെറ്റാണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഏത് വർക്കൗട്ട് ചെയ്യുമ്പോഴും ആ ഒരു ബോഡി പോസ്ചർ, അത് നിങ്ങൾ വീട്ടിൽ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ബോഡി പോസ്ചറൊക്കെ നിങ്ങൾ കൃത്യമാക്കിക്കൊണ്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, വർക്കൗട്ട് ചെയ്യുന്നതിനിടയ്ക്ക് വെള്ളം കുടിക്കാമോ? അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം ഞാൻ പറയട്ടെ, നമുക്ക് വർക്കൗട്ടിനിടയ്ക്ക് വെള്ളം കുടിക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. നിങ്ങൾ വെള്ളം കുടിക്കണം. ഓക്കെ, കാരണം നമ്മുടെ ശരീരത്തിൽ നിന്ന് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ജലാംശം വിയർപ്പായിട്ട് നമുക്ക് പോകുന്നുണ്ട്. അപ്പം അതിനെ തിരിച്ച് പിടിക്കാനായിട്ട് നമുക്ക് ജലം ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ വെള്ളം കുടിക്കുക. നിങ്ങൾക്ക് വെള്ളം കുടിക്കാൻ തോന്നുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വെള്ളം കുടിക്കുക. ഓക്കെ, എൻ്റെ ഫസ്റ്റ് സെറ്റ് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സ്വയം മോട്ടിവേഷനാണ്. ഓക്കെ, സ്വയം മോട്ടിവേറ്റഡ് ആവുക, അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ഇനിയിപ്പം രണ്ടാമത്തെ സെറ്റിലോട്ട് കിടക്കാം. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോളൂ, ഞാൻ വെയിറ്റ് ഒന്നും ഇൻക്രീസ് ചെയ്യുന്നില്ല. ഒറ്റ വെയിറ്റ് തന്നെയാണ് ഈ വർക്കൗട്ടുകളെല്ലാം തന്നെ ചെയ്യുന്നത്. ഓക്കെ, ആദ്യത്തെ വർക്കൗട്ട് 5 കിലോയിലാണ് തുടങ്ങിയത്. രണ്ടാമത്തെ ഈ ഒരു വർക്കൗട്ടൊക്കെ എത്തുമ്പോഴത്തേക്ക് നമ്മൾ അല്പം കൂടെ കൂട്ടിയിട്ടുണ്ട്, 10 കിലോയിലോട്ട് മാറ്റിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എൻ്റെ സെക്കൻഡ് സെറ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പല ആൾക്കാരും വെയിറ്റ് കുറയ്ക്കാനൊക്കെ തടി കുറയ്ക്കാനൊക്കെ രാവിലെ നടക്കാൻ പോകുന്നുണ്ട്. അങ്ങനെയുള്ള പല പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷേ വയറ് കുറയ്ക്കാനും തടി കുറയ്ക്കാനും ഒക്കെ നമ്മൾ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ വെയിറ്റ് ട്രെയിനിങ് ആണ്. ഓക്കെ, നിങ്ങൾ കുറേ ട്രെഡ്മില്ലിൽ കിടന്ന് ഓടിയിട്ടോ അല്ലാതെ കുറേ നടന്നു കഴിഞ്ഞാലൊന്നും നിങ്ങളുടെ തടിയോ വയറോ കുറയാൻ പോകുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. നമുക്കെപ്പോഴും ഒരു പ്രോപ്പർ വെയിറ്റ് ട്രെയിനിങ് നമുക്ക് ആവശ്യമാണ്. വെയിറ്റ് ട്രെയിനിങ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, ഇതേ കണക്കുള്ള ഒരു ഡംബൽ സെറ്റോ എന്തെങ്കിലും നിങ്ങൾക്ക് മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെയിറ്റ് ട്രെയിനിങ് നിങ്ങളുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. അതിൻ്റെ പ്രോപ്പർ ഫോമും കാര്യങ്ങളും മാത്രം മനസ്സിലാക്കുക, വേറെ ഒന്നും അറിയണ്ട. പ്രോപ്പർ ഫോം അതെങ്ങനെയാണ് ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വെയിറ്റ് ട്രെയിനിങ് വഴി നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതായിരിക്കും. അതിനൊക്കെ തന്നെ മസിൽ ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്, ജിമ്മിൽ പോകാൻ പറ്റാത്തത് സ്റ്റുഡൻസും അങ്ങനെയുള്ള ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അപ്പം അവർക്കെല്ലാം തന്നെ ഇങ്ങനെയുള്ള വർക്കൗട്ടുകളൊക്കെ വളരെ ഉപകാരപ്പെടും. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങൾക്കിത് വളരെ പ്രയോജനം ഉണ്ടാവും ഈ ഒരു വീഡിയോകൾ കാണുന്ന വഴി. ഓക്കെ, നിങ്ങൾക്കും വീട്ടിൽ തന്നെ ഇത് ഫോളോ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ സെക്കൻഡ് സെറ്റ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അല്പനേരം ഇരിക്കാം, റെസ്റ്റ് എടുക്കുകയാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് വിശ്രമിച്ചുകൊണ്ട് തന്നെയാണ് വർക്കൗട്ട് ചെയ്യുന്നത്. അല്ല ചടപടാന്ന് പറഞ്ഞുള്ള ഒരു വർക്കൗട്ട് രീതിയൊന്നും അല്ല എൻ്റേത്. ഓക്കെ, അപ്പോൾ നമ്മൾ മൂന്നാമത്തെ സെറ്റിലോട്ട് ഞാൻ കിടക്കുകയാണ്. അപ്പം ഈ ഒരു സെറ്റും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വർക്കൗട്ടും കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. പല ആൾക്കാരും ഈ ഗ്ലൂട്ട്സിൻ്റെ ഭാഗത്തിനൊക്കെ വേണ്ടിയിട്ടുള്ള വർക്കൗട്ടുകളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഗ്ലൂട്ട്സിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു വർക്കൗട്ടാണിത്. നമ്മുടെ ഗ്ലൂട്ട് മസിലിനെ ഷേപ്പാക്കാനും അതേ കണക്ക് തന്നെ ഗ്ലൂട്ട്സിലെ ആ ഒരു ഫാറ്റിനെയൊക്കെ എരിയിപ്പിച്ച് കളയാനും ഒക്കെ സഹായിക്കുന്ന ഒരു വർക്കൗട്ടാണ്. അതിനൊക്കെ തന്നെ ഈ തൈസിൻ്റെയൊക്കെ ആവശ്യമില്ലാത്ത കൊഴുപ്പിനെയൊക്കെ കളഞ്ഞ് തൈസിനെയൊക്കെ ഷേപ്പാക്കി മാറ്റാനൊക്കെ ഈ ഒരു വർക്കൗട്ട് സഹായിക്കും.
അതിനൊക്കെ നിങ്ങളുടെ തയ്യെ കൂടുതൽ മസ്കുലറാക്കാനൊക്കെ സഹായിക്കുന്ന ഒരു വർക്കൗട്ട് കൂടിയാണിത്. അപ്പം മാക്സിമം ആ 15 റപ്സ് തന്നെ നമ്മൾ മൂന്നാമത്തെ സെറ്റിലും ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. കാരണം ഇപ്പം തന്നെ നല്ല ടയേർഡായിട്ടുണ്ട്. പക്ഷേ വിട്ടു കൊടുക്കത്തില്ല എന്നുള്ള വാശിയിലാണ് ഞാൻ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്നത് വർക്കൗട്ടിലോട്ട് മാത്രമായിരിക്കണം. അല്ലാതെ ഇടയ്ക്കൂടെ പോയി ഫോൺ നോക്കാനും അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിലോട്ടൊന്നും നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്യാതെ വർക്കൗട്ട് ചെയ്യുമ്പം നമ്മൾ ആ ഒരു വർക്കൗട്ടിലോട്ട് മാത്രം എപ്പോഴും ഫോക്കസ് ചെയ്യുക, നമ്മുടെ മസിൽസിലോട്ട് ഫോക്കസ് ചെയ്യുക. ഓക്കെ, അങ്ങനെ എൻ്റെ 3 വർക്കൗട്ടുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം ഞാൻ 4ാമത്തെ വർക്കൗട്ടിലോട്ട് കടക്കാൻ പോവുകയാണ്. അപ്പോൾ 4ാമത്തെ വർക്കൗട്ട് ഞാൻ എൻ്റെ ഹാംസ്ട്രിങ് മസിലിന് വേണ്ടിയിട്ടാണ് വർക്കൗട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഹാംസ്ട്രിങ് മസിലിന് ചെയ്യാനായിട്ട് ഒരല്പം ഉയരത്തിലോട്ട് കയറി നിന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ട് തടി കഷ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു വർക്കൗട്ട് എന്ന് പറയുന്നത് ഹാംസ്ട്രിങ്ങിന് വളരെ നല്ല ഒരു വ്യായാമമാണ്. അപ്പം ഇത് ചെയ്യുന്ന സമയത്ത് വളരെ സൂക്ഷിച്ച് ചെയ്യണം. നമ്മുടെ ലോവർ ബാക്കിനൊന്നും ഇഞ്ചറി ഉണ്ടാക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ബോഡി പോസ്ചറൊക്കെ കൃത്യമായിരിക്കണം. അപ്പം ഈ ഒരു വർക്കൗട്ട് ഞാൻ 10 റപ്സിൻ്റെ 3 സെറ്റാണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, കാരണം ഇത് 10 കിലോ 20 കിലോ ആണ് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത്. 19 20 കിലോ ആണ്, ഒരു കയ്യിൽ 10 കിലോ ആണ് ഇരിക്കുന്നത്. അപ്പോൾ അത്രയും ഒരു വെയിറ്റ് വെച്ചിട്ട് തൽക്കാലത്തേക്ക് ഞാൻ അധികം ചെയ്യേണ്ടെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ചോദിക്കും 10 കിലോ എന്ന് പറയുന്നത് സിമ്പിൾ വെയിറ്റ് ആണ്, പക്ഷേ എന്നാലും രാവിലെ സമയമാണ്. അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അല്പം വെയിറ്റ് കുറച്ചിട്ട് തന്നെ വർക്കൗട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഈ ഒരു വർക്കൗട്ട്. അപ്പോൾ 10 റപ്സ് മാത്രമാണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. 3 സെറ്റ് ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അങ്ങനെ 10 കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇത് ഹാംസ്ട്രിങ്ങിന് വളരെ നല്ല ഒരു വർക്കൗട്ടാണ്. അപ്പം നമുക്കിപ്പം വീട്ടിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഹാംസ്ട്രിങ്ങിന് ചെയ്യാൻ മെഷീൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വർക്കൗട്ട് വളരെ ഫലപ്രദമാണ്. ഹാംസ്ട്രിങ്ങിന് വേണ്ടിയിട്ട് ഒരുപാട് വർക്കൗട്ടുകളുണ്ട് ഹാംസ്ട്രിങ്ങിന്. നമുക്ക് ഗ്ലൂട്ട് ബ്രിഡ്ജും ഒക്കെ ഹാംസ്ട്രിങ്ങിന് വേണ്ടി ചെയ്യാം, പക്ഷേ ഇന്നതൊന്നും ഉൾപ്പെടുത്തുന്നില്ല. ഇനി അടുത്തടുത്ത വർക്കൗട്ടുകളിലൊക്കെ അതൊക്കെ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, ഇനിയിപ്പം ആദ്യത്തെ സെറ്റ് ഞാൻ ആ തടിയുടെ മുകളിൽ നിന്ന് അല്പം പൊക്കത്തിൽ നിന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചെങ്കിലും അത് നടക്കുന്നില്ല. കാരണം അത് അല്പം കൂടെ റിസ്ക്കിയാണ്, അല്പം കൂടെ ഹെവി ആയിട്ട് തോന്നുന്നുണ്ട്. കാരണം അല്പം കൂടെ പൊക്കത്തിലൂടെ നിൽക്കുമ്പോൾ അല്പം ഹെവി ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പം ഞാൻ ഫ്ലോറിൽ തന്നെ നിന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അടുത്തത്. അപ്പം ഒരു വർക്കൗട്ട് ഒരു സെറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ 2ാമത്തെ സെറ്റാണിത്. മാക്സിമം ഹാംസ്ട്രിങ്ങിന് ആക്ടിവേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് വളരെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ്, വളരെ ശ്രദ്ധാപൂർവ്വം വളരെ സാവധാനത്തിൽ ചെയ്യുമ്പോഴാണ് നമ്മുടെ മസിൽസിന് കൂടുതലൊരു എൻഗേജ്ഡ് ആകത്തുള്ളൂ. നമ്മൾ ചിലവരൊക്കെ കിടന്ന് ഫാസ്റ്റായിട്ടൊക്കെ കിടന്ന് വർക്കൗട്ട് ചെയ്യുന്നതാണ്. ഒരിക്കലും അത് പ്രയോജനമില്ലാത്ത കാര്യമാണെന്ന് ഞാൻ പറയും. എന്തിനാണ് അത്രയും ഫാസ്റ്റായിട്ടൊക്കെ കിടന്ന് വർക്കൗട്ട് ചെയ്ത് നമ്മുടെ ശരീരത്തിന് വെറുതെ ആവശ്യമില്ലാത്ത പ്രഷർ കൊടുക്കുന്നത്? നമുക്ക് ഇതേ കണക്ക് വളരെ സാവധാനത്തിൽ കൺട്രോൾ ചെയ്തിട്ട് വർക്കൗട്ട് ചെയ്താൽ മതിയാവും. ഓക്കെ, സെക്കൻഡ് സെറ്റിലും ഞാൻ 10 റപ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ സത്യത്തിൽ ഞാൻ നല്ല രീതിയിൽ ടയർഡായിട്ടുണ്ട്. എൻ്റെ കാലുകൾക്ക് സത്യത്തിൽ ഇപ്പോൾ ബലക്കുറവ് അനുഭവപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ അത്രത്തോളം കാല് നല്ല രീതിയിൽ എൻഗേജ്ഡ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് കാല് വിറയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സംഭവം നിസ്സാരമായിട്ടുള്ള വർക്കൗട്ടുകളാണ്. ഒരുപാട് ഹെവി വർക്കൗട്ടില്ല, ഒരുപാട് വെയിറ്റുകൾ എടുത്തിട്ടില്ല. പക്ഷേ എന്നാലും ചെയ്യുന്ന വർക്കൗട്ട് കൃത്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ വളരെ എഫക്റ്റീവായിട്ടാണ് തോന്നുന്നത്. നമ്മൾ ഒരുപാട് ഹെവി ആയിട്ട് വെയിറ്റ് എടുത്ത് പൊക്കണമെന്നും ഒക്കെ പറഞ്ഞ് പല ആൾക്കാരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരുപാട് ഹെവി ആയിട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം. ഒരിക്കലും നിങ്ങൾ ഒത്തിരി ഹെവി ആയിട്ടുള്ള നിങ്ങളെ കൊണ്ട് പറ്റാത്ത വെയിറ്റുകളൊന്നും എടുത്തിട്ട് വർക്കൗട്ട് ചെയ്യരുത്. നമുക്ക് ചെറിയ വെയിറ്റ് മതി, പക്ഷേ ആ ചെയ്യുന്ന വർക്കൗട്ട് പ്രോപ്പറായിരിക്കണം. ആ ചെയ്യുന്നത് ഏത് മസിൽസിലാണോ ആ മസിൽസിന് അത് ഫോക്കസ് ഉണ്ടായിരിക്കണം. അത് കൃത്യമായി നമ്മൾ ശ്രദ്ധിച്ചോണം. ആ ഒരു മസിൽസിന് പെയിൻ ഉണ്ടാകുന്നുണ്ടോ, ആ ഒരു മസിൽസ് എൻഗേജ്ഡ് ആവുന്നുണ്ടോ, ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് തന്നെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് വേണം വർക്കൗട്ട് ചെയ്യാനായിട്ട്. അപ്പം എൻ്റെ 3ാമത്തെ സെറ്റ് ഞാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഇത് ഞാനൊരു 10 റപ്സ് 10 പ്രാവശ്യം ഞാൻ ചെയ്യാനായിട്ടാണ് ശ്രമിക്കുന്നത്.
ഓക്കെ, അങ്ങനെ എൻ്റെ ആ ഒരു വർക്കൗട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 3 സെറ്റ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 10 റെപ്സ് വെച്ചിട്ടാണ് ചെയ്തത്. ഓക്കെ, നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിച്ചോളുക. 10 റെപ്സ് വെച്ചിട്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വർക്കൗട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം ഞാൻ വർക്കൗട്ട് ചെയ്യുന്ന സമയത്തല്ല ഞാൻ എൻ്റെ ഓഡിയോ റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, കാരണം ഞാൻ രാവിലെ മൈക്ക് ഉപയോഗിച്ചിട്ടില്ല. മൈക്ക് ഉപയോഗിച്ച് ചെയ്തായിരുന്നെങ്കിൽ എനിക്ക് അന്നേരം തന്നെ സംസാരിച്ചുകൊണ്ട് വീഡിയോ ചെയ്യാമായിരുന്നു. പക്ഷേ എനിക്ക് ആ സമയത്ത് മൈക്ക് ഉപയോഗിക്കാൻ പറ്റിയില്ല. ഞാൻ അതുകൊണ്ട് തന്നെ ഓഡിയോ പിന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, ഓഡിയോ പിന്നെ റെക്കോർഡ് ചെയ്തതാണ് ഞാൻ. അപ്പം ഇനിയിപ്പം എൻ്റെ അടുത്ത വർക്കൗട്ടിലോട്ട് ഞാൻ പോകാൻ പോവുകയാണ്. അടുത്ത വർക്കൗട്ട് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാക്കിംഗ് ലഞ്ചസ് ആണ്. ഓക്കെ, വാക്കിംഗ് ലഞ്ചസ് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം എത്രത്തോളം ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം ആ ഒരു രീതിയിലാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിന് ഞാൻ സെറ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കണക്ക് കൂട്ടുന്നില്ല. മാക്സിമം എത്രത്തോളം എങ്ങനെ ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം ചെയ്യാനായിട്ടാണ് ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹാളിൽ ഇത്ര മാത്രമേ ഉള്ളൂ സ്ഥലം. അപ്പം ഉള്ള സ്ഥലത്ത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് ലഞ്ചസ് ചെയ്യാവുന്നതാണ് വിചാരിക്കുന്നത്. ഇത് വളരെ നല്ലൊരു വർക്കൗട്ടാണ്. അപ്പം 10 കിലോയുടെ ഡമ്പലാണ് കയ്യിലിരിക്കുന്നത്, വൺ സൈഡ്. ലഞ്ചസ് വളരെ നല്ല ഒരു വർക്കൗട്ടാണ്. നമ്മുടെ ലോവർ ബാക്കിനെ സ്ട്രെങ്തൻ ആക്കാനൊക്കെ സഹായിക്കുന്ന ഒരു നല്ല വ്യായാമമാണ് ലഞ്ചസ് എന്ന് പറയുന്നത്. നിങ്ങളിത് വീട്ടിൽ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വാക്കിംഗ് ലഞ്ചസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാൻഡിങ് ലഞ്ചസ് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ഓരോ പ്രാവശ്യം ചെയ്യുമ്പോൾ നിങ്ങൾ വർക്കൗട്ടിൽ ചേഞ്ച് വരുത്തുക. അത് നിങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. ഓക്കെ, നമ്മൾ ഒരേ വർക്കൗട്ട് തന്നെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു മടുപ്പ് തോന്നും. അപ്പം നമുക്ക് അല്പം മാറ്റങ്ങൾ വരുത്തി നമ്മൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വർക്കൗട്ട് കൂടുതൽ എൻജോയ് ആയിട്ട് തോന്നും, കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. കണ്ടോ, ഒരു സെറ്റ് ഒരു റൗണ്ട് നടന്നപ്പോൾ തന്നെ ഞാൻ വല്ലാത്ത രീതിയിൽ ടയർഡായിട്ടുണ്ട്. നോ പ്രോബ്ലം. എന്നാലും വിട്ടുകൊടുക്കത്തില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. ഓക്കെ, മാക്സിമം ചെയ്യാൻ പറ്റുന്നിടത്തോളം ചെയ്യും. എത്രത്തോളം കാലിനെ എൻഗേജ്ഡ് ആക്കാൻ പറ്റുന്നോ അത്രത്തോളം ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുന്നത്. വീണാൽ വീണു പോകട്ടെ എന്ന് കരുതി തന്നെയാണ് വർക്കൗട്ട് ചെയ്യുന്നത്. വൃശ്ചികമാസം ആയതുകൊണ്ട് തന്നെ അമ്പലങ്ങളിലൊക്കെ വായനയൊക്കെ ഉണ്ട്. അപ്പം റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ വായന സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അത് കേൾക്കാൻ പറ്റുന്നുണ്ടായിരിക്കും. അപ്പോൾ എൻ്റെ വർക്കൗട്ട് ലഞ്ചസിൻ്റെ അടുത്ത അത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പം തന്നെ എനിക്കിനി വയ്യ, കാരണം അത്രത്തോളം ഞാൻ ടയർഡായിട്ടുണ്ട്. ഇത്രയും വർക്കൗട്ടുകൾ മാത്രമാണ് ഞാൻ ചെയ്തത്, പക്ഷേ നല്ല രീതിയിൽ ടയർഡായിട്ടുണ്ട്. അപ്പം ഇനി അടുത്തതായിട്ട് ഞാൻ കാഫ് റൈസാണ് ചെയ്യാൻ പോകുന്നത്. സ്റ്റാൻഡിങ് കാഫ് റൈസ്, ഡമ്പൽ കയ്യിൽ ഹോൾഡ് ചെയ്ത് വെച്ചുകൊണ്ട് സ്റ്റാൻഡിങ് കാഫ് റൈസ് ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ആ ഒരു വർക്കൗട്ടോടെ കഴിയുമ്പോഴത്തേക്ക് എൻ്റെ വർക്കൗട്ട് ഞാൻ ഫിനിഷ് ചെയ്യും. അപ്പം അതിനുശേഷം കുറച്ച് സ്ട്രെച്ചിങ്ങും കൂടെ ഉണ്ട്. ലെഗിന് കുറച്ച് സ്ട്രെച്ചിങ് ചെയ്യണം. അപ്പം സ്റ്റാൻഡിങ് കാഫ് റൈസ് ഞാനൊരു ഫിത്തിയുടെ സൈഡിലോട്ട് നിന്നിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, ഒരു ഫിത്ത് കാരണം ഫ്രണ്ടിലോട്ട് നമ്മളങ്ങ് ബാലൻസ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പം കാഫ് മസിലിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ളൊരു വർക്കൗട്ടാണ്. അപ്പോൾ അത് മാക്സിമം ഫെയിലിയർ സെറ്റ് ചെയ്യാനായിട്ടാണ് ശ്രമിക്കുന്നത്. ഓക്കെ, എത്രത്തോളം ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചെയ്യാനായിട്ട് ശ്രമിക്കും. 3 സെറ്റ് ചെയ്യാനായിട്ടാണ് ശ്രമിക്കുന്നത്. എൻ്റെ കയ്യിലിരിക്കുന്നത് 10 കിലോയുടെ ഡമ്പലാണ് വൺ സൈഡ്. മാക്സിമം കാഫിന് എൻഗേജ്ഡ് ആക്കുക, മാക്സിമം കാഫിന് പ്രഷർ കൊടുക്കുന്ന രീതിയിലാണ് എൻ്റെ വർക്കൗട്ട്.
ഓക്കെ, എൻ്റെ ഫസ്റ്റ് സെറ്റ് ഇതായിരുന്നു. നിങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള വർക്കൗട്ടുകളൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കൂ. ഓക്കെ, ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇതേ കണക്ക് തന്നെ ഈ വർക്കൗട്ട് ഫോളോ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് മസിൽ ബിൽഡിംഗ് ആവട്ടെ, അതല്ല ഫാറ്റ് ലോസ് ആവട്ടെ, നിങ്ങൾ ഏത് പർപ്പസിനാവട്ടെ, ഏത് രീതിയിൽ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റിയ വർക്കൗട്ടാണ്. കാരണം ഹെവി ആയിട്ടുള്ള വെയിറ്റ് ഇല്ല, മറ്റുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ലാത്ത ഒരു മിനിമം റേഞ്ചിലുള്ള ഒരു വർക്കൗട്ട് മാത്രമാണിത്. പിന്നെ അതിനൊക്കെ തന്നെ ഡയറ്റിൽ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പം ഡയറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാരും നമുക്കറിയാം, നമ്മൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മസിൽസ് ബ്രേക്കാവും, അല്ലെന്നുണ്ടെങ്കിൽ മസിൽസിന് റിക്കവർ ആകാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രോട്ടീൻ ആവശ്യമാണ്. അപ്പം നല്ല രീതിയിൽ വർക്കൗട്ടിന് ശേഷം പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ കഴിക്കാനായിട്ട് ശ്രമിക്കുക. അതിനൊക്കെ തന്നെ നമ്മൾ വർക്കൗട്ടിന് മുമ്പായിട്ട് നമ്മൾ എന്തെങ്കിലും അരമണിക്കൂർ മുമ്പായിട്ട് ഒരു പ്രീ വർക്കൗട്ടായിട്ട് എന്തെങ്കിലും കഴിക്കുക. കാർബോഹൈഡ്രേറ്റോ പ്രോട്ടീനും കൂടെ അടങ്ങിയ ഫുഡ് കഴിക്കുന്നതാണ് നല്ലത്. പക്ഷേ വർക്കൗട്ടിന് ശേഷം മാക്സിമം നിങ്ങൾ പ്രോട്ടീൻ കണ്ടൻറ്റ് കൂടുതലായിട്ട് അടങ്ങിയ ഫുഡ് കഴിക്കുക. നാച്ചുറൽ ഫുഡ് കിട്ടും. നിങ്ങൾക്ക് മുട്ടയോ കടലയോ പയറോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. നിങ്ങൾക്ക് വേ പ്രോട്ടീനൊക്കെ ഉപയോഗിക്കാൻ ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനുള്ള ഫിനാൻസൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേ പ്രോട്ടീൻ ഉപയോഗിക്കാം. നല്ല കമ്പനികളുടെ ബ്രാൻഡ് നോക്കിയിട്ടൊക്കെ ഉപയോഗിക്കാം. ഓക്കെ, പക്ഷേ ഞാൻ വേ പ്രോട്ടീനൊന്നും ഉപയോഗിക്കുന്നില്ല. ഞാൻ നാച്ചുറലായിട്ട് തന്നെ വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് വേ പ്രോട്ടീനും അങ്ങനെയുള്ള മരുന്നുകളൊന്നും തന്നെ ഞാൻ ഉപയോഗിച്ചിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ഒരാൾ. വേ പ്രോട്ടീൻ എപ്പോഴും ഗുണകരമായിട്ടുള്ള സാധനം തന്നെയാണ്. എനിക്ക് അതിനകത്ത് എതിരുള്ള വ്യക്തിയൊന്നുമല്ല ഞാൻ. പക്ഷേ എന്നാലും ഞാൻ ഉപയോഗിക്കുന്നില്ല. ഓക്കെ, പക്ഷേ ഞാൻ ഒരുപാട് പേർക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് വേ പ്രോട്ടീനൊക്കെ. ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആ ഒരു പ്രോട്ടീൻ കണ്ടൻറ്റ് നിങ്ങൾക്ക് ഫുഡിൽ നിന്ന് ഉൾപ്പെടുത്താൻ പറ്റുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. അങ്ങനെ എൻ്റെ രണ്ടാമത്തെ സെറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പം ഒരു സെറ്റും കൂടെ ചെയ്യണം, അതിനുശേഷം സ്ട്രെച്ചിങ് ചെയ്യണം. അതോടുകൂടി എൻ്റെ ഇന്നത്തെ വർക്കൗട്ട് കംപ്ലീറ്റ് ആവും. അപ്പം നോക്കൂ, എത്ര കുറഞ്ഞ സ്ഥലത്താണ് ഞാൻ വർക്കൗട്ട് ചെയ്തതെന്നുള്ളത്. അപ്പം സ്ഥലം നമുക്ക് ഒരു പ്രശ്നമല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഒരല്പസ്ഥലം, ഒരാൾക്ക് നിൽക്കാൻ വേണ്ടുന്ന സ്ഥലം മാത്രം മതിയാവും നമുക്ക് വർക്കൗട്ട് ചെയ്യാനായിട്ട്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വർക്കൗട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പഠിക്കുക, അത്രമാത്രം. ഓക്കെ, ചെയ്യുന്നത് എങ്ങനെയാണ്, എൻ്റെ ബ്രീത്തിങ് എങ്ങനെയാണ്, ഇതൊക്കെ നിങ്ങൾ പഠിച്ചു വച്ചേക്കുക. അങ്ങനെ എൻ്റെ മൂന്നാമത്തെ സെറ്റും ഞാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഫെയിലിയർ സെറ്റ് എത്രത്തോളം ചെയ്യാൻ പറ്റുമോ അത്രത്തോളം. ഓക്കെ, കാഫ് മസിലിനൊക്കെ നമ്മൾ അങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നത്. മാക്സിമം റെപ്സ്, അതിനൊരു പ്രത്യേകിച്ച് കൗണ്ട് അങ്ങനെയൊന്നുമില്ല. മാക്സിമം എത്രത്തോളം ഫെയിലിയർ ആവുന്നവരെ ചെയ്യാനായിട്ട് ശ്രമിക്കും. കാഫ് മസിൽ എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മസിൽ ഗ്രൂപ്പാണ് നമ്മുടെ ശരീരത്തിൽ തന്നെ. ഓക്കെ, നമ്മുടെ സെക്കൻഡ് ഹാർട്ട് എന്നറിയപ്പെടുന്ന നമ്മുടെ അവയവമാണ് കാഫ് മസിൽ എന്ന് പറയുന്നത്. നിങ്ങൾ എത്ര പേര് ഈ വീഡിയോ ഫുള്ളായിട്ട് കാണും എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ നിങ്ങൾക്ക് ഒരു പ്രചോദനം ആവുന്നുണ്ടെങ്കിൽ, ഇങ്ങനെയുള്ള വർക്കൗട്ട് വീഡിയോകൾ ഒരു പ്രചോദനം ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് വലിയൊരു എന്താ പറയുക, ഒരു വലിയൊരു ഇത് തന്നെയുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കെങ്കിലുമൊക്കെ ഇതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഗുണങ്ങളുണ്ടാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാവട്ടെ. കാരണം ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോയിൽ കൂടി എല്ലാവരെയും വർക്കൗട്ട് ചെയ്യാൻ, വ്യായാമം ചെയ്യാൻ ഞാൻ പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ മൂന്നാമത്തെ സെറ്റും കംപ്ലീറ്റായി. ഇനിയിപ്പം ഒരു 2-3 മിനിറ്റ് അല്പം സ്ട്രെച്ചിങ് ചെയ്യണം. കാരണം ആ മസിൽസിനൊക്കെ ഒരു റിക്കവറി ആവശ്യമാണ്. മിക്കവാറും ആൾക്കാരൊന്നും തന്നെ സ്ട്രെച്ചിങ് ഒന്നും ചെയ്യാറില്ല. കൂടുതൽ ആൾക്കാർ വാമപ്പ് പോലും ചെയ്യാറില്ല എന്നുള്ളതാണ് സത്യം. ഓക്കെ, വളരെ ഡേഞ്ചറാണ്. നിങ്ങൾ ഒരു വർക്കൗട്ടൊക്കെ ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ വാമപ്പ് മസ്റ്റായിട്ടും ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ മസിൽ റിക്കവറിക്കൊക്കെ വേണ്ടിയിട്ട് ഒരു കൂൾ ഡൗൺ നിങ്ങൾക്ക് അത്യാവശ്യമാണ്. ഒരു കൂൾ ഡൗൺ വർക്കൗട്ട് അത്യാവശ്യമാണ്. ഓക്കെ, അപ്പം ഞാൻ ഇങ്ങനെയൊക്കെയാണ് സ്ട്രെച്ച് ചെയ്യുന്നത്. കാലുകളെ ഇതേ കണക്കൊക്കെ ഒന്ന് പിടിച്ച് സ്ട്രെച്ച് ചെയ്യുകയാണ്. ആ വർക്ക് ചെയ്ത അത്ര നേരം പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കാലിന് റിക്കവറി ആവശ്യമല്ലേ. അപ്പം നമ്മൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള സ്ട്രെച്ചിങ് വ്യായാമങ്ങളൂടെ ചെയ്തിട്ട് വർക്കൗട്ട് ഫിനിഷ് ചെയ്യുക. അത് നിങ്ങൾക്ക് കൂടുതൽ പ്രയോജനകരമാവും.
ഈ ഒരു സ്ട്രെച്ചിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലുകൾക്ക് നടക്കുന്ന ഹാംസ്ട്രിങ്ങിനൊക്കെ വളരെ പ്രയോജനകരമായിട്ടുള്ള ഒരു സ്ട്രെച്ചിങ് ആണ്. കാലുകളൊക്കെ ഒന്ന് നല്ല നിവർന്ന് ജോയിൻസൊക്കെ ഒന്ന് കറക്റ്റായി ആ ഒരു വേദനയൊക്കെ ആ ഒരു പെയിനെയൊക്കെ ഒന്ന് കുറയ്ക്കാനൊക്കെ സഹായിക്കും. അപ്പം വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു കൂട്ടുകാരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായമാണ് വലുത്. ഓക്കെ, ഇതിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ ക്ലിയർ ആണോ അല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയാൻ വയ്യ. ഞാൻ വീഡിയോ എന്തായാലും എടുത്തിട്ടുണ്ട്. അപ്പം വീഡിയോയ്ക്ക് നിങ്ങളൊക്കെ വലിയ സപ്പോർട്ടാണ് തരുന്നത്. അപ്പോൾ ഇനിയും തുറന്നുള്ള വീഡിയോസൊക്കെ ഇങ്ങനെയുള്ള വീഡിയോസായിരിക്കും ഇനി ഞാൻ കൂടുതലും ചെയ്യാൻ പോകുന്നത്. ഓക്കെ, വീട്ടിൽ തന്നെ ഇങ്ങനെയുള്ള വർക്കൗട്ടുകൾ ചെയ്യുന്നത്. എനിക്ക് ജിമ്മിൽ പോയിട്ടുള്ള വർക്കൗട്ടുകൾ ചെയ്യണമെന്നുണ്ട്, വീഡിയോ ആക്കണമെന്നുണ്ട്. അപ്പം അതിന് ഒരു പറ്റിയൊരു സാഹചര്യമല്ല ഇപ്പം. കാരണം വീഡിയോ എടുക്കാനും നമുക്കൊരാൾ വേണം, അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ ഒരു ഹെൽപ്പറെ ആവശ്യമാണ്. ഓക്കെ, അത് ചിലപ്പം ജിമ്മിൽ പോകുന്ന സമയത്ത് അത് നടക്കില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ജിമ്മിൽ വരുന്ന പയ്യന്മാരൊക്കെ ആ സമയത്ത് വർക്കൗട്ട് ചെയ്യുന്ന ഒരു സമയമാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ആ ക്യാമറ സ്റ്റാൻഡും എല്ലാം തൂക്കി കൊണ്ടുപോയിട്ട് അതൊക്കെ വലിയൊരു ബുദ്ധിമുട്ടാണ്. നമുക്ക് വീട്ടിലാകുമ്പോൾ അതൊരു പ്രശ്നമല്ല, നമുക്ക് തന്നെ അത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. മറ്റേതെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്പം പാടാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ജിമ്മിൽ വീഡിയോസ് ഒന്നും തന്നെ അപ്ലോഡ് ചെയ്യാത്തത്. അതുമാത്രമല്ല, ഇപ്പോൾ ജിമ്മിൽ കുറച്ച് ദിവസങ്ങളായിട്ട് പോകുന്നില്ല. അപ്പം അവിടെയും പോകണം. അപ്പം ജിമ്മിൽ പോയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, നമുക്ക് ഈ ഒരു വർക്കൗട്ട് മാത്രം മതിയാവും. പക്ഷേ എന്നാലും എനിക്ക് ജിമ്മിൽ പോകുന്നത് വലിയ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് കാരണം അതിനെയൊക്കെ ഒരുപാട് സ്നേഹിക്കുകയും ജിമ്മിൽ പോകുന്നതിനൊക്കെ ഇഷ്ടപ്പെടുകയും ജിമ്മിലെ വർക്കൗട്ടുകളെ ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ജിമ്മിലും പോകണം. അപ്പം ഈ രീതിയിൽ സ്ട്രെച്ച് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഓക്കെ, നിങ്ങളുടെ തൈ മസിലൊക്കെ ഒന്ന് അടിപൊളിയാക്കാൻ ഈ ഒരു സ്ട്രെച്ചിങ് സഹായിക്കും. അപ്പം ഞാൻ പറഞ്ഞ കണക്ക് നിങ്ങൾ സ്ട്രെച്ചിങ്ങും വാമപ്പും നിങ്ങൾ മുടക്കരുത്. ഓക്കെ, ഇപ്പോൾ പലരും പറയാം വീട്ടിൽ വർക്കൗട്ട് ചെയ്യുന്ന പറഞ്ഞാൽ വാമപ്പ് ചെയ്യുന്നതിനൊക്കെ ചോദിക്കും. നമ്മൾ ജസ്റ്റ് നടക്കാൻ പോകുന്നതിന് പോലും നമ്മൾ ജസ്റ്റ് ഒന്ന് വാമപ്പ് ചെയ്തിട്ട് നടക്കാൻ പോവുക. അത് വളരെ നല്ലതാണ്. ഓക്കെ, പല കാരണങ്ങൾ കൊണ്ടും ആരോഗ്യപരമായിട്ടൊക്കെ വളരെ നല്ലതാണ് വാമപ്പ് ചെയ്യുന്നത്. നമ്മൾ ജിമ്മിലൊക്കെ ചെന്നിട്ട് വെയിറ്റൊക്കെ എടുത്ത് പൊക്കി കഴിഞ്ഞാൽ വാമപ്പൊക്കെ ചെയ്യാതെ ഇപ്പോൾ തന്നെ നിങ്ങളൊന്ന് കണക്കൂട്ടി വെക്കും. ഞാൻ രാവിലെ എഴുന്നേറ്റ് എന്നിട്ട് യാതൊരു വാമപ്പും ഇല്ലാതെ ഈ വെയിറ്റ് ട്രെയിനിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം നമുക്ക് ഹാർട്ട് അറ്റാക്ക് വരെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യരുത്. ജസ്റ്റ് നിങ്ങളൊരു 5 മിനിറ്റ് 6 മിനിറ്റ് വാമപ്പ് ചെയ്യുക, നിങ്ങളുടെ ബോഡിയെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യുക, ഒന്ന് അനക്കിയെടുക്കുക. അതിനുശേഷം നിങ്ങൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പം ഫ്രണ്ട്സ്, ഇതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. ലെഗ് വർക്കൗട്ടിൻ്റെ വീഡിയോ ആയിരുന്നു. അപ്പം നാളെ ചിലപ്പോൾ ഞാൻ വേറൊരു മസിൽ ഗ്രൂപ്പിനായിരിക്കും വർക്കൗട്ട് ചെയ്യുന്നത് രാവിലെ. അപ്പോൾ അത് ഞാൻ വീഡിയോ ആക്കി എടുക്കാം. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു സീരീസ് നിങ്ങൾ കാണുക. ഇത് എത്ര ദിവസം തുടരാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ നിങ്ങളുടെ പ്രോത്സാഹനം, നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് തരിക. സപ്പോർട്ട് തന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ ഇതിനൊക്കെയുള്ള വീഡിയോകളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പം ലെങ്തി ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കും കൂടെ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം വീഡിയോയ്ക്ക് ലൈക്ക് തരാൻ മറന്നു പോകരുത്.